നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ മികച്ച ഭൂമിത്രസേന ക്ലബ്ബായി തൃശൂർ വിമല കോളേജിനെ തെരഞ്ഞെടുത്തു. 2023-24 വർഷത്തെ അവാർഡാണ് ഇന്നലെ പരിസ്ഥിതി ദിനത്തിൽ കോളേജ് ഏറ്റുവാങ്ങിയത്. ഡോക്ടർ ഫീബ റാണി എന്ന അധ്യാപികയുടെ നേതൃത്വത്തിൽ ഇത് 6ാം അവാർഡാണ് കോളേജ് നേടുന്നത്. പുരസ്കാരത്തെക്കുറിച്ച് സംസാരിക്കാനായി ഡോക്ടർ ഫീബ റാണിയും വിദ്യാർത്ഥികളായ അഞ്ജനയും ഗായത്രിയും ന്യൂസ് 3യിൽ അതിഥികളായി ചേരുകയാണ്. 3 പേർക്കും സന്തോഷത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഫീബ മാമിലേക്കാണ് പോകുന്നത്. അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് ഈ ഭൂമിത്ര പുരസ്കാരം ഇങ്ങനെ നിരന്തരം കോളേജിന് ഒരുപാട് അവാർഡുകൾ നേടിക്കൊടുക്കുന്നു, മാമിൻ്റെ കുട്ടികളും മാമിനൊപ്പം നിൽക്കുന്നു, എന്താണ് ആ ഒരു സന്തോഷം ഞങ്ങളുമായി എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? നമസ്കാരം. നമ്മൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള ബാക്കി എല്ലാ അധ്യാപകരും അനധ്യാപകരും കുട്ടികളും എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. പിന്നെ നമ്മൾക്ക് ഇതിന്റെ ഫണ്ട് തരുന്ന ഏജൻസി ഡയറക്ടറേറ്റ് ഓഫ് എൻവറോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അവിടുത്തെ എല്ലാ ഒഫീഷ്യൽസും വളരെ കോപ്പറേറ്റീവ് ആയിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ എപ്പോഴും നമ്മുടെ കയ്യെത്തും ദൂരത്താണ്. ഈ എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് കുട്ടികൾ വളരെ കൂട്ടായി ഏതൊരു ഹോളിഡേയ്സിലാണെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർ വളരെ സന്തോഷത്തോടെ വരികയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ഒത്തൊരുമയുടെ ഒരു ഫലമാണ് ഈ അവാർഡെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ കോളേജിലെ എല്ലാ കുട്ടികൾക്കും, എസ്പെഷ്യലി ഭൂമിത്രസേന കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വളരെ സന്തോഷം. അതെ, ഫീബ മാം, നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ക്ലബ്ബുകളുടെ ചുമതല ഏൽപ്പിക്കുന്ന അധ്യാപികമാരെന്ന് പറയുന്നത് എപ്പോഴും കുട്ടികളുമായി ചേർന്ന് നിൽക്കുന്നവരായിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരായിരിക്കില്ല. നമ്മളൊക്കെ ഒരമ്മയെ പോലെ കാണുന്ന, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഒരു കൂട്ടുകാരിയെ പോലെയൊക്കെ ചേർന്ന് നിൽക്കുന്ന അധ്യാപകരായിരിക്കും ഇങ്ങനെയുള്ള ക്ലബ്ബുകളുടെയൊക്കെ നേതൃനിരയിലേക്ക് വരുന്നത്. അപ്പോൾ കോളേജ് താങ്കളെ തന്നെ ഇത്തരത്തിലൊരു നേതൃത്വം ഇങ്ങനെ ഒരു ക്ലബിന് കൊടുക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം ഒന്ന് പറയാമോ? ഭൂമിത്രസേന ക്ലബ്ബ് നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി കുട്ടികളെ പ്രകൃതിയോട് അടുപ്പിക്കുക എന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. ഇപ്പം ചെറുപ്പം മുതൽ തന്നെ ആണെങ്കിൽ ഞാനൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എന്റെ പേരൻസ് ടീച്ചേഴ്സ് ആയിരുന്നു, എങ്കിൽ കൂടി അവർ നല്ല കർഷകർ കൂടിയായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ എനിക്ക് എല്ലാ രീതികളിലും പ്രവർത്തനങ്ങളിലും ഞാൻ പങ്കാളിയായിട്ടുണ്ട്. അപ്പൊ അതും ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്ന് കൊടുക്കുക എന്ന ആ ദൗത്യത്തോടെയാണ് ഞാൻ ഈ ക്ലബ്ബ് ഏറ്റെടുത്തത്. അതുപോലെ തന്നെ നമ്മളുടെ ചെറുപ്പത്തിലെ ഒരു പ്രകൃതി അല്ല ഇന്നിപ്പോ ഉള്ളത്. ഒത്തിരി പൊല്യൂഷൻ, അങ്ങനെ പല കാര്യങ്ങളിൽ കൂടെ നമ്മുടെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുട്ടികളെ ഒരു അവബോധം ഉണ്ടാക്കാനുള്ള ഒരു അവസരമായി ഞാനിത് കണക്കാക്കി. അങ്ങനെ CMC മാനേജ്മെന്റിന്റെ ഫുൾ സപ്പോർട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ ക്ലബ്ബ് എടുക്കാൻ ഞാൻ മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പുരസ്കാരം ലഭിക്കുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് എന്നുള്ളത് കൂടി അറിയണം. കാരണം ഈ നേച്ചർ ക്ലബ്ബൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ ഭൂമിത്രസേന ക്ലബിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പ്രകൃതിയോട് അടുപ്പിക്കുക? പ്രത്യേകിച്ച് ഇപ്പോൾ മണ്ണ് കുറവാണ് നമുക്ക്, അതൊരു വാസ്തവമാണ്. അപ്പോൾ പ്രകൃതിയോട് അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ്. എങ്ങനെയാണ് ഭൂമിത്രസേന ക്ലബിൻ്റെ ഒരു പ്രവർത്തനമെന്ന് ഒന്ന് പറഞ്ഞു തരാമോ മാം? ഭൂമിത്രസേന ക്ലബ്ബ് കേരളത്തിലെ മിക്ക കോളേജിലും ഹയർ സെക്കൻഡറിയിലും ഉള്ള ഒരു ക്ലബ്ബാണ്. നമുക്ക് ആക്ടിവിറ്റീസ് കുറച്ചൊക്കെ നമ്മുടെ ഡയറക്ടറേറ്റ് നമുക്ക് ഒരു ചാർട്ട് നമുക്ക് തരും, അതനുസരിച്ച് ചെയ്യാം. ബാക്കി കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഫ്രീഡത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മള് 23-24 ആ സമയത്ത് നമ്മൾ മെയിനായിട്ട് ഒരു സയൻസ് പോപ്പുലറൈസേഷൻ എന്നൊരു തീമാണ് നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ ലോക്കൽ ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് എന്നൊരു തീമും കൂടെ എടുത്തിരുന്നു. അപ്പൊ ഈ സയൻസ് പോപ്പുലറൈസേഷന്റെ കീഴില് നമ്മൾ മെയിനായിട്ട് ചെയ്തത് അതായത് സാധാരണ ജനങ്ങളെയും കുട്ടികൾക്കും നമ്മളുടെ സയന്റിഫിക് ആയിട്ടുള്ള ചില മെത്തേഡ്സ് പരിചയപ്പെടുത്തി കൊടുക്കുക. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു കുടിവെള്ളത്തിന്റെ ക്വാളിറ്റി അസസ് ചെയ്യുക, വാട്ടർ കൺട്രോൾ വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ്. അപ്പൊ അതില് നമ്മള് കുട്ടികളുടെ വീട്ടിൽ നിന്നും, അതുപോലെ തന്നെ നമ്മള് സമൂഹത്തിലെ താല്പര്യമുള്ള നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മള് ഏകദേശം ഒരു 12ഓളം പാരാമീറ്റേഴ്സ് നമ്മള്
അനാലിസിസ് ചെയ്ത് കൊടുക്കും. കുടിവെള്ളത്തിന്റെ നമ്മൾ കുടിക്കാൻ ഉള്ള ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അവരോട് പറയുകയും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സൊല്യൂഷൻസ് ആണെങ്കിലും നമ്മളത് അവർക്ക് മോണിറ്റർ ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് വാട്ടർ. അതുപോലെ തന്നെ നമ്മൾ NPK കണ്ടന്റ്, സോയിലിന്റെ NPK കണ്ടന്റ് അസസ്മെന്റ് നമ്മുടെ ലാബിൽ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ വാട്ടർ മണ്ണിന്റെ സാൻഡ് സിൽറ്റ് ക്ലേ അതിന്റെയൊക്കെ കണ്ടന്റ് എത്രയുണ്ട് ഇതൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു. ശരി. അപ്പോൾ വിശദമായിട്ട് തന്നെ നമ്മളൊരു പെരിഫറൽ ആയിട്ടുള്ളൊരു പഠനമല്ല, അതിനപ്പുറത്തേക്ക് വിശദമായി തന്നെ പഠിക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു പരിസ്ഥിതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗായത്രിയിലേക്ക് വിദ്യാർത്ഥികളോട് കൂടി ചോദിക്കാം. ഗായത്രി, എങ്ങനെയാണ് ഈ ഭൂമിത്രസേന ക്ലബിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നത്? എങ്ങനെയുണ്ട് മാമിൻ്റെ കൂടെയുള്ള നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ള ഇതുവരെ? നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നു, കൂടുതലും തേർഡ് ഇയർ ആകുമ്പോഴാണ് ഇതിലേക്ക് കൂടുതലായിട്ട് വരാൻ പറ്റുകയെന്ന് തോന്നുന്നു. എന്നാലും ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതെ, ഞാൻ മാം കാരണം തന്നെയാണ് ഇതിലേക്ക് വന്നത്. മാം നമ്മളെ എല്ലാ ക്വിസ് കോമ്പറ്റീഷൻസും അവയർനെസ് പ്രോഗ്രാംസ് എല്ലാത്തിനും ഇങ്ങനെ നമ്മളെ വിടിയിരുന്നു. ഇതിന് പോകണം, ഇത് അറ്റൻഡ് ചെയ്യണം പറഞ്ഞ് അങ്ങനെ പോയി അതിനെ കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഇതിനോടൊരു ഇഷ്ടം വന്നതും നമ്മൾ ഈ ക്ലബിന്റെ കോർഡിനേറ്റേഴ്സ് ആയി മാം പറഞ്ഞപ്പോൾ അതിൽ ചേർന്നതും. പിന്നെ നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാംസിന് പോയപ്പോഴാണ് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ നേച്ചറിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ടും പറ്റിയത്. അപ്പം മാം നല്ല സപ്പോർട്ടിങ് ആണ്, എല്ലാത്തിനും ഞങ്ങളെ പറഞ്ഞയക്കും. അതിനുവേണ്ട എല്ലാ എക്സ്പെൻസും എല്ലാ കാര്യങ്ങളും മാമും കോളേജും നമ്മളെ സപ്പോർട്ട് ചെയ്ത് വിടും. കോളേജിൽ തന്നെ കോളേജിലുള്ള ഡേയ്സ് ആയാലും എല്ലാ ക്വിസ് കോമ്പറ്റീഷൻസിനും ഒക്കെ കുട്ടികളെ വിടാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ ഞങ്ങൾ ഇതില് പേപ്പർ റീസൈക്ലിംഗ്, ഓർഗാനിക് ഫാമിംഗ് അങ്ങനെ കുറെ കാര്യങ്ങള് പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അഞ്ജന ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം എന്നോടാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ അഞ്ജന നേരത്തെ മാമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഒരു സ്കൂളിൽ ഇതുപോലെയുള്ള ക്ലബ്ബുകളുടെയൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അധ്യാപികയായിരിക്കും അല്ലേ? വലിയ സ്ട്രിക്റ്റ് അല്ലാത്ത, നമ്മളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, എന്തും പറയാവുന്ന ഒരു അധ്യാപിക. ഫീബ മാം അങ്ങനെയാണോ? കാരണം നിങ്ങളുടെ ഒരു അഭിമാനമാണ്. ഫീബ മാം വന്നതിന് ശേഷം 6 അവാർഡാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മാമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് ഈ ഭൂമിത്രസേന ക്ലബിലേക്ക് എത്തിയത്? മാം തന്നെയാണ് ഞങ്ങളുടെ ഭൂമിത്രസേനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ മാമിന്റെ ആക്ടിവിറ്റിയാണ് ഞങ്ങൾ ഇൻസ്പയർ ചെയ്തത്. ഞങ്ങൾക്ക് പറയാനുള്ളത് മാം ഭയങ്കര ഡിസേർവ്ഡ് ആണ് ആ ഒരു പൊസിഷനിൽ പറയാൻ. കാരണം നമ്മൾ എന്ത് കാര്യം പറഞ്ഞു ചെന്നാലും നേരത്തെ മാം പറഞ്ഞിരുന്നു, ഒരു അമ്മയുടെ സ്നേഹമാണ് ടീച്ചേഴ്സിന് വേണ്ടത്. ശരിക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് സ്റ്റാഫ് റൂം പോയിട്ട് എന്ത് കാര്യം മാമിനോട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ ഇത് നെക്സ്റ്റ് ഇയറിലേക്ക് കുറച്ച് ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞപ്പോൾ മാമിന്റെ എല്ലാ 100% സപ്പോർട്ടും മാം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഭൂമിത്രയെ കുറിച്ച് നമ്മളെ ഇൻസ്പയർ ചെയ്തത് മാം തന്നെയാണ്. ഗായത്രി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാത്തിനും മാം ആകെ പറയുന്ന ഒരു കാര്യം, നമ്മൾ ക്വിസ് കോമ്പറ്റീഷന് പോകുമ്പോൾ നമുക്ക് പ്രൈസ് അല്ല വേണ്ടത്, അവിടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആണ്. ആ ഇൻഫോർമേഷൻ ആണ് നമുക്ക് എൻവയോൺമെന്റിലേക്ക് കൊടുക്കേണ്ടത്. കാരണം ഓരോ എൻവയോൺമെന്റ് ക്വിസിന് പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവാണ് തരുന്നത്. അപ്പൊ അതാണ് നമ്മൾ നമ്മുടെ ക്ലബിലേക്കും നമ്മുടെ സ്റ്റുഡൻസിലേക്കും കൊടുക്കേണ്ട ഇൻഫർമേഷൻ എന്ന് മാം എപ്പോഴും പറയും. അപ്പൊ അത് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. കാരണം ഒരു ഗോൾ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് മാത്രം നോക്കിയിട്ടല്ല മാം ഞങ്ങളെ ഓരോ സ്ഥലത്തേക്കും വിടുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകണം. നമ്മുടെ ക്ലബ്ബ് എന്താ പറയാ സ്റ്റേറ്റിൽ മാത്രമല്ല എല്ലാ സ്റ്റുഡൻസിലേക്കും അല്ലെങ്കിൽ എല്ലാ കോളേജസിലേക്കും നമ്മളുടെ ആക്ടിവിറ്റീസ് എത്താൻ എന്നുള്ള മാമിന് ഭയങ്കര എന്താ പറയാ മോട്ടീവ് തന്നെയാണ് നമ്മളിവിടെ ഇൻസ്പയർ ചെയ്തെത്തിയത്. ഇപ്പൊ ഞങ്ങൾ കോർഡിനേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നതിന്റെ റീസണും മാം തന്നെയാണ്. മാമിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര അധികമാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോഴേ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്ലബ് ഉണ്ട്, നമുക്ക് അതിൽ കുറെ പ്രോഗ്രാംസ് ഉണ്ട് എന്നൊക്കെ. പിന്നെ കഴിഞ്ഞ ഇയറിൽ മാം നടത്തിയിട്ടുള്ള കുറെ പ്രോഗ്രാംസ് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. കുറെ അവയർനെസ് ക്ലാസ് മാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാം കുറെ റിസോഴ്സ് പേഴ്സൺസിനെ കൊണ്ടുവന്നിട്ടുള്ള കുറെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. മാം ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നമ്മൾ ഇവിടെ എത്താനുള്ള റീസണും മാം തന്നെയാണ്. നമ്മുടെ കോർഡിനേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മാമിന്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ട്. അത് ഭയങ്കര നല്ലതാണ്. മാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മൾ എന്ത് പ്രോജക്ട്സ് ഇപ്പൊ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് കുറച്ച് ഞങ്ങൾ പ്രോജക്ട്സ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും റീസൺ സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് ചെയ്യാം, ഇതെന്തായാലും മുന്നോട്ടേക്ക് കൊണ്ടുവരാം, നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് പറയാൻ, ഞാൻ എന്റെ ഐഡിയാസും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു പ്രോജക്ട്സ് ഉണ്ടാക്കാം എന്ന് മാം എപ്പോഴും പറയും. പിന്നെ കോളേജിൽ എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കണം, നിങ്ങൾ കുറച്ചു നേരം പ്രോഗ്രാംസിനും പോകാം. നമുക്ക് അക്കാദമിക് മാത്രമല്ല നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ടേക്ക് വരണം എന്ന് ഞാൻ എപ്പോഴും പറയും. ഞാൻ അങ്ങനെ കുറെ പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. ഇപ്പൊ
എൻവയോൺമെന്റ് ബേസ്ഡ് മാത്രമല്ലാതെ നമുക്ക് വേറെ ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ് ഒക്കെ മാം കുറെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻസിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് മാം തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. മാം കുറെ പ്രോഗ്രാംസിൽ നമ്മളിങ്ങനെ വിടും. സോ അമ്മയുടെ കെയർ തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നലെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങുമ്പോഴാണെങ്കിലും ആ ഒരു കെയർ നമുക്ക് ആ ഒരു ഫോട്ടോയിൽ പോലും കാണായിരുന്നു. മാം ഭയങ്കര കെയർഡ് ആയിട്ടുള്ള നമ്മളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാം നമുക്ക് എല്ലാം മാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇനി അടുത്ത നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്കുള്ള പ്ലാൻസ് ആണെങ്കിലും പറയുമ്പോൾ മാം ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. സോ ഷീ ഈസ് വെരി ഡിസേർവ്ഡ് ഫോർ ദിസ് പ്രൈസ്. ഓക്കെ, മാമിന് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇന്നലെ കിട്ടിയ സ്റ്റേറ്റ് അവാർഡിനെക്കാട്ടിലും സന്തോഷമാണ് ആ മുഖത്ത് ഇപ്പോൾ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂടെ ഉള്ള കുട്ടികൾ, മാം അതിൻ്റെ ആ ഒരു പിന്തുണ ഞാനിപ്പോൾ ചോദിക്കായിരുന്നു. നമ്മൾ ഈ ലഹരിക്കെതിരെയൊക്കെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോളേജസിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യുവത്വം തുടങ്ങുന്ന അല്ലെങ്കിൽ യുവാക്കളെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം കോളേജാണ്. അപ്പോൾ അവിടെ ഒരു അധ്യാപിക എന്നതിനപ്പുറം നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ വരും. എങ്ങനെയാണ് ഇപ്പോൾ ഈ ക്ലബിലേക്കൊക്കെ ഇങ്ങനെ കുട്ടികളോട് പറയുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? കുട്ടികളെ ഒരുപാട് പേര് വരാറുണ്ടോ, അല്ലെങ്കിൽ നിർബന്ധിക്കേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടോ? അല്ല, കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ക്ലബിൽ കുട്ടികളെ തീർച്ചയായിട്ടും അവിടെ ജോയിൻ ചെയ്തിരിക്കും. നമ്മുടെ കോളേജില് ഒരു 20 ഇതിൽ മേള ക്ലബുകളുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒക്കെ ക്ലബില് കുട്ടികൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തിരിക്കും. കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് ഏതെങ്കിലും ഒരു ക്ലബിലെ മെമ്പർ ആണെന്ന് പറയുക, അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നു. അവർക്ക് ഒരു കമ്മ്യൂണിറ്റി എക്സ്റ്റൻഷന് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അഞ്ജന എന്താണ് പഠിക്കുന്നത് ഇപ്പോൾ? സെക്കൻഡ് ഇയർ ഏതാണ്? മെയിൻ ഏതാണ്? സുവോളജി ആണ്. മാം ആണ് എന്റെ ട്യൂട്ടർ. സപ്പോർട്ടീവ് ആണ്. ഓക്കെ, അപ്പോ സുവോളജി ആണ് അഞ്ജന പഠിക്കുന്നത്. ഗായത്രിയോ? സുവോളജി വിമല കോളേജിലെ സുവോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് ഫീബ മാം. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു അടുപ്പവും കൂടി ഉണ്ട് മാമിനോട് അല്ലേ? ഈ മാം ഈ സെക്കൻഡ് ഇയർ ആയിട്ടേ ഉള്ളൂ ഇവരിപ്പോൾ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് പുറത്തു പോകാനും കൂടുതൽ, ഇപ്പം മാം പറഞ്ഞതുപോലെ നമ്മൾ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാനും പറ്റുന്നത് ഫൈനൽ ഇയറിലായിരിക്കും അല്ലേ? അതെന്തൊക്കെയായിരുന്നു നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പറയാമോ? കുട്ടികൾ പോയ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പുറത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു 10 days വർക്ക്ഷോപ്പ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ അത് നമ്മുടെ കോളേജിലെ കുട്ടികളെ മാത്രമല്ല നമ്മൾ അതിൽ പങ്കെടുപ്പിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ ഏകദേശം 7ഓളം കോളേജിലെ ഭൂമിത്രസേന ക്ലബിലെ അംഗങ്ങളെ പങ്കെടുപ്പിക്കുകയും നമ്മുടെ കോളേജ് അല്ലാതെ ബാക്കി ഒരു 4-5 കോളേജ് നമ്മൾ അതിനെ വെന്യൂ ആയിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളവർമ്മ കോളേജ്, സെന്റ് മേരീസ് കോളേജ് തൃശ്ശൂർ, മാള കാർമൽ കോളേജ്, ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയ വർക്ക്ഷോപ്പ് ഈ കോളേജിലെല്ലാം വെച്ച് അവിടുത്തെ എല്ലാ കുട്ടികളെയും ഈ ക്ലബ് മെമ്പേഴ്സിനെയും ഒക്കെ നമ്മൾ അതിൽ പങ്കെടുപ്പിച്ചു. ഇതിൽ നമുക്ക് വളരെ നല്ല നല്ല റിസോഴ്സ് പേഴ്സണെയാണ് നമുക്കത് അവര് ക്ലാസ് എടുക്കാൻ എത്തിയിരുന്നത്. ISSA ചെന്നൈ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, NIO തുടങ്ങിയ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും സയന്റിസ്റ്റുകളാണ് നമുക്ക് വന്ന് ക്ലാസ് എടുത്തത്. അപ്പൊ നമ്മളത് മെയിൻ ആയിട്ട് കുട്ടികൾക്ക് പരിചയം, ഇപ്പൊ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ വരുന്നത് മറൈൻ എൻവറോൺമെന്റിലാണ്. അപ്പൊ ഈ മറൈൻ ഓർഗാനിസത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു നമ്മളുടെ അതിന്റെ ഒരു തീം. അപ്പൊ മെയിനായിട്ട് പ്ലാങ്ടൺസ്, ഫൈറ്റോ പ്ലാങ്ടൺ, സൂ പ്ലാങ്ടൺ, അതുപോലെ തന്നെ ബെന്തിക് ഫോണ, ഇതിൽ മെയിനായിട്ട് നമ്മൾ പോളിക്കീറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ സ്പീഷീസ് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസം കൂടി ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുകയാണ്. അതായത് ഇവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ചില എൻവറോൺമെന്റ് വളരെ നല്ല പൊള്യൂട്ടഡ് അല്ല എന്നും അവരുടെ നമ്പർ വളരെ കുറയുകയാണെങ്കിൽ ആ എൻവറോൺമെന്റ് വളരെ പൊള്യൂട്ടഡ് ആണെന്ന് നമുക്ക് സയന്റിഫിക്കലി നമുക്കത് പറയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സയന്റിഫിക് അപ്രോച്ച് കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു നമ്മളുടെ. അങ്ങനെ പുറത്ത് കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ള പ്രോഗ്രാമിന്റെ ലക്ഷ്യം. അപ്പൊ അന്ന് നമ്മൾ കളക്ട് ചെയ്ത സാമ്പിൾ ഉപയോഗിച്ച് നമ്മുടെ കുറച്ച് MSc കുട്ടികൾ അവരുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റും ചെയ്തു. അതിലെ ഒരു കുട്ടിക്ക് ആസ്പെയർ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ അവാർഡുകൾ ഒരുപാട് ഫിബ മാം അങ്ങോട്ടേക്ക് എത്തിയതിന് ശേഷം അവാർഡുകൾ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടി നമുക്ക് പറയണം. എന്തൊക്കെ അവാർഡാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങൾ നമുക്ക് കോളേജ് തലത്തിൽ വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയമാണ് കുഞ്ഞുങ്ങളെ. എന്തൊക്കെയാണ് അവാർഡുകൾ ഒന്ന് പറയാമോ? നമ്മൾക്ക് 2011 സ്റ്റേറ്റ് ലെവലും യൂണിവേഴ്സിറ്റി ലെവലും ബെസ്റ്റ് NSS യൂണിറ്റിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ 2017 ആന്റി നാർക്കോട്ടിക് ക്ലബിന്റെ ആക്ടിവിറ്റീസിന് ജില്ലാതലത്തിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും
നമുക്ക് പ്രൈസ് അല്ല അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഭൂമിത്ര സേനയുടെ ഇത്, പിന്നെ ഇതിന്റെ കൂടാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ മാഗസീൻ കോമ്പറ്റീഷൻസ് ഒക്കെ വരും. അപ്പൊ അതിനൊക്കെ സ്റ്റുഡൻസ് അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മളത് എഡിറ്റോറിയൽ ബോർഡിൽ നമ്മളത് വളരെ നന്നായിട്ട് അത് പ്രൂഫ് റീഡിങ് നടത്തുകയൊക്കെ ചെയ്ത് നമുക്ക് അതിലും പ്രൈസുകൾ കിട്ടാറുണ്ട്. ഈ ഗായത്രിയും അഞ്ജനയൊക്കെ, ഗായത്രി NSS ലുണ്ടോ? NSS വോളണ്ടിയർ ആണോ? നമ്മൾ ഈ കോളേജിൽ പോകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് NSS വോളണ്ടിയർ ആവുക എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, പഠനത്തിനപ്പുറം ഒരുപാട് സുഹൃത്തുക്കളെ, പല പല ഡിപ്പാർട്ട്മെന്റിലുള്ള സുഹൃത്തുക്കളെ കിട്ടും, ഒരുപാട് പ്രോഗ്രാംസ് വരും നമുക്ക്. അപ്പോൾ അതിനൊക്കെ പോകാൻ പറ്റും. ഫീബ മാമിനെ പോലെയുള്ള നല്ല അധ്യാപകരെ നമുക്ക് എല്ലാ നേതൃത്വവും നൽകിക്കൊണ്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് അവിടെ NSS വോളണ്ടിയർ ആണോ ഗായത്രി? ഞാൻ NSS ലില്ല, അഞ്ജനയാണ് ഉള്ളത്. അഞ്ജനയുണ്ട്. അഞ്ജന ആണല്ലേ? ഓ, ഗായത്രി വേറെ ഏത് ക്ലബിലാ ഉള്ളത്? ഞാൻ ഇന്റേൺഷിപ്പിന്റെ നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഭൂമിത്ര സേന ക്ലബിലുണ്ട്, മാഗസീൻ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ട്. അതാണ്. അപ്പൊ NSS വോളണ്ടിയറിനെ NSSനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ അഞ്ജനയോട് ചോദിക്കണം. അഞ്ജനയുടെ മുഖത്ത് ആ ചിരിയുണ്ട് അല്ലേ? ഞാനും കോളേജിൽ പഠിക്കുമ്പോൾ ഒരു NSS വോളണ്ടിയർ ആയിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു മെമ്മറിയിലേക്കൊക്കെ പെട്ടെന്ന് പോവുകയാണ്. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടുന്ന, നല്ല കുറേ ഓർമ്മകൾ കിട്ടുന്ന, കോളേജ് കാലം അടിച്ചു പൊളിക്കുന്ന സമയമാണ്. എന്താണ് പറയൂ, മാം തന്നെ കോർഡിനേറ്റർ ആയിരുന്ന സമയത്ത് വോളണ്ടിയർ ആയിരുന്നു അവിടെ? അല്ല മാം, ഞാന് ഇപ്പൊ മാം ആണ് നമ്മുടെ കോർഡിനേറ്റർ, ആൻമേരിയ മാം. അവരും മാമിനെ തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ ഞാൻ കുറെ പ്രോഗ്രാംസിന് കഴിഞ്ഞ ഇയറിലാണ്, നമുക്ക് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ആണ് NSS ഉള്ളത്. സോ ഫസ്റ്റ് തന്നെ കുറെ പ്രോഗ്രാംസിന് പോകാൻ പറ്റി. ഈ പറഞ്ഞ കണക്കിന് നമുക്ക് കുറെ ആൾക്കാരായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അവരുടെ അവസ്ഥ, മറ്റുള്ള ആൾക്കാരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് വാക്ക് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് റോട്ടറി ക്ലബിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് ലിംസ്, ആർട്ടിഫിഷ്യൽ ലിംസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. നമുക്ക് എല്ലാം ഉണ്ടായിട്ടും നമ്മൾ കുറെ കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് അവരെത്തുമ്പോ, ലിംസ് ഇല്ലാത്ത ആൾക്കാർ എത്തുമ്പോ അവരുടെ മുഖത്ത് അവർക്ക് ഇനിയും ജീവിക്കാം, എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല, ഇനിയും ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് നമ്മൾക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ NSS ജോയിൻ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ആ 4 ദിവസത്തെ ക്യാമ്പായിരുന്നു. 4 ദിവസമായിരുന്നു അത് ഉണ്ടായിരുന്നത്. അവിടുത്തെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു സർവീസിനായിട്ട്. അപ്പോ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇനിയും നമുക്ക് ജീവിക്കാം, നമുക്ക് ഒന്നുമില്ലെങ്കിലും നമുക്ക് ജീവിക്കാം, നമുക്ക് നമ്മുടെ ഉള്ളിലെ ശക്തി മതി നമുക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. അതെനിക്ക് NSS പോയപ്പോഴാണ് കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ എൻവയോൺമെന്റ് കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ 5th നമ്മുടെ കോളേജിൽ നിറയെ എൻവയോൺമെന്റ് NSSന്റെ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ സർവീസസ് നമ്മൾ നടത്തുന്നുണ്ട്, ക്ലീനിങ് സർവീസസ്. നമ്മുടെ നേച്ചറിന് ഏറ്റവും കൂടുതൽ നമ്മൾക്കൊരു റൈറ്റ് ഉള്ളതാണ് നമുക്ക് നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ജീവിക്കണം എന്നുള്ളത്. അത് നമ്മുടെ NSS സ്റ്റുഡൻസ് നമ്മുടെ നാടിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ NSS പ്രോഗ്രാംസ്, നമ്മൾ ക്ലീനിങ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ കുറെ ഓർഗനൈസേഴ്സ് സ്റ്റോക്സ് നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ, ഇപ്പൊ പാലിയേറ്റീവ് കെയർസിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് NSS. ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടും, നല്ല നല്ല റിസോഴ്സ് പേഴ്സൺസിനെ കാണാനായിട്ട് സാധിക്കും, നല്ല ടോക്സ് കേൾക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ഇൻസ്പയർ ചെയ്തിട്ട് നമ്മൾക്ക് ഇനിയും ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു സ്ഥലമാണ് NSS. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ജോയിൻ ചെയ്തതാണ്. അവിടെയുള്ള സ്മിത മാം ആണെങ്കിലും ആൻമേരി മാം ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മൾക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, വേറെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കുറെ ഫ്രണ്ട്സ് കാണാം. നമുക്ക് ഇപ്പൊ പുറത്ത് പോയാലും ആ NSS ഉണ്ടായിരുന്ന സ്റ്റുഡന്റ് അല്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് ആൾക്കാരുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് NSS. ഭയങ്കര സന്തോഷം, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, അതിൽ സർവ് ചെയ്യാൻ പറ്റിയില്ല. ഇനി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഇനി നാഷണൽ സർവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് അവിടെ നിന്ന് കേപ്പബിൾ ആക്കിയിട്ട് നമ്മളെ വിടുള്ളൂ. ഭയങ്കര സന്തോഷം. ഓക്കെ, ഫീബ മാം എത്ര കാലം അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ മേക്കേണ്ട ഒരു ചുമതല കൂടി വരുന്നൊരു സമയമാണല്ലോ ഈ NSS വോളണ്ടിയറിന്റെ ഹെഡ്, അല്ലെ NSSന്റെ ഹെഡായിരിക്കുക എന്ന് പറഞ്ഞാൽ. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ഈ പറഞ്ഞതുപോലെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്ന ഒരു വലിയ ചുമതല കൂടി അവിടെ വരും. അപ്പോൾ ഈ പുറത്തുനിന്നൊക്കെ ഫാക്കൽറ്റി വന്ന് ക്ലാസ് എടുക്കുക, അത് തിരഞ്ഞെടുക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക, പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിന് മികച്ച NSSനുള്ള അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത്രത്തോളം ഗംഭീരമായിരുന്നുകൊണ്ടായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു ആ സമയത്ത് ചെയ്തിരുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്? നമ്മള് ആ കാലഘട്ടത്തിൽ മെയിനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഓർഗനൈസ്ഡ് വേയിലാണ് നമ്മുടെ NSS പോകുന്നത്. ആ കാലഘട്ടത്തിൽ അത്രയും ഓർഗനൈസ്ഡ് ആയിരുന്നില്ല.
അപ്പൊ നമ്മൾക്ക് കുറെ ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പം നമ്മള് അന്ന് ആരും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള അന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ അതിലെല്ലാ പ്രോഗ്രാമിലും നമ്മുടെ കുട്ടികൾ പോവുകയും അവർക്ക് ആപ്ലിക്കേഷൻ എഴുതാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യത്തിനും കുട്ടികളെ സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഗവൺമെന്റ് സ്കൂളുകളിൽ നമ്മള് കുട്ടികളെ അവർക്ക് ട്യൂഷൻ എടുക്കുക, അവരുടെ എല്ലാ പ്രോഗ്രാമിനും അവരെ ഹെൽപ്പ് ചെയ്യുക, ഡേ സെലിബ്രേഷൻ നടത്തുക. അങ്ങനെ പിന്നെ നമ്മൾ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകള്, മെഡിക്കൽ ക്യാമ്പുകള്, പിന്നെ ഓർഗാനിക് ഫാമിംഗ്, പിന്നെ അവയർനെസ് പ്രോഗ്രാം, ക്ലീനിങ് പ്രോഗ്രാം, അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളത് അന്ന് ചെയ്തിട്ടുണ്ട്. നമ്മളിത് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റുകൾ ഈ നമ്മൾ വെറുതെ ഒന്ന് ഇപ്പം നമ്മൾ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ എല്ലാ ഓഫീസുകളിലും സ്കൂളുകളിലും ഒക്കെ ഒരു തൈ നടാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എത്ര പേര് അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള, അതായത് ഈ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊന്നും നമ്മൾ തുറന്നു കൊടുക്കുക എന്നുള്ളതുള്ളൂ. പിന്നെ അവർ കൂടി ശ്രമിച്ചാലേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. മാം എന്താണ് കരുതുന്നത്? ഇപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്കുള്ള മടക്കം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നുണ്ട് എന്ന് മാം മനസ്സിലാക്കുന്നുണ്ടോ? പ്രകൃതിയിലേക്കുള്ള മടക്കം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത് റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി, ഒരു ഡ്രസ്സിന്റെ കാര്യമാണെങ്കിൽ കൂടി, നമുക്ക് ഇപ്പൊ ഒരു ചുരിദാർ നമുക്കിപ്പോ ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ചേഞ്ച് ചെയ്ത് നമുക്കതിനെ ഒരു ബ്ലൗസ് ആക്കി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ ചെയ്യാറുമുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള അല്ലെ, അങ്ങനെ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, ജീവിതത്തിന്റെ ഭാഗമാക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ വർഷത്തെ ഒരു പ്രോജക്റ്റ് ആണ്, എല്ലാ കുട്ടികളുടെയും വീട്ടില് ഒരു മിനിമം 3 പച്ചക്കറിയെങ്കിലും ഉണ്ടാവുക. അത് ഇപ്പൊ നമ്മുടെ ലീഡേഴ്സ് കുട്ടികളെയൊക്കെ പേരുകളൊക്കെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരും എന്താണ് നടേണ്ടതെന്നൊക്കെ ഇവര് തീരുമാനമാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങള്. ഗായത്രിയോട് ചോദിക്കാം. ഗായത്രി, വീട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ? വീട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ട്. നമ്മള് സീഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഓർഗാനിക്കലി എല്ലാരും വീട്ടില് ചെടികൾ നടുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സിനെ നമ്മുടെ കോളേജിൽ തന്നെ സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ സ്റ്റാർട്ടിങ് ആണല്ലോ ഈ വർഷം. അപ്പൊ ഇനി ഇതൊരു എല്ലാവരുടെ വീട്ടിലതായി കഴിയുമ്പോൾ നമുക്ക് ഒരു എക്സിബിഷൻ പോലെ കോളേജിൽ തന്നെ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അതൊരു ഇൻട്രസ്റ്റ് ആവും, എല്ലാവർക്കും ഒരു പോക്കറ്റ് മണി. അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ അതൊക്കെ വാങ്ങിക്കും. നല്ല സേഫ് വെജിറ്റബിൾസ് ഒക്കെ, ജൈവ വളം അല്ലേ, ജൈവ പച്ചക്കറി കൃഷി. അപ്പോ നിങ്ങൾ അത് കൊണ്ടുവന്നിട്ട് കോളേജിൽ അങ്ങനെ പോവാന്നാ വിചാരിക്കുന്നത് അല്ലേ? ഇപ്പൊ നട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ ഈ ഒരു വർഷത്തെ. നിങ്ങൾ ലീഡേഴ്സ് ആണ്, നിങ്ങൾ പറഞ്ഞു കൊടുക്കോ? നിങ്ങൾ അവരോട് ചോദിച്ച് എങ്ങനെയാണ് അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ എങ്ങനെയാണ് എടുത്ത് മാമിനെ അറിയിക്കുന്നത്? അതായത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ പേര് കളക്ട് ചെയ്ത് ഇതാക്കാൻ. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഓരോരുത്തർക്ക് എന്തൊക്കെ നടാൻ പറ്റുന്ന അവര് തന്നെ നമ്മുടെ അടുത്ത് പറയും. അത് അവരുടെ പേരിൽ നമ്മൾ ആ പച്ചക്കറിയുടെ പേരുകൾ എഴുതി വെക്കും. പിന്നെ ആ ഒരു ടൈം ആവുമ്പോ അവർക്ക് കൊണ്ടുവരാം. എന്ത് വീട്ടിലുണ്ടാവുന്ന എന്ത് വേണമെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതാണ് അഞ്ജന. അവർക്ക് അതെ, മനസ്സിലായി. അഞ്ജന, എന്താണ് അഞ്ജനയുടെ കൃഷി? എന്താണ് വീട്ടിലെ പച്ചക്കറി തോട്ടമൊക്കെ, അതിനെ കുറിച്ച് പറയൂ. പേര് കൊടുത്തിരിക്കുന്നത് പയറ്, മുളക്, ചീര, വഴുതനങ്ങ, അങ്ങനെയുള്ള കൃഷിയാണ്. പിന്നെ ഞാനും കുറച്ച് ഓർഗാനിക് ഫാമിംഗ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇത്തിരി എൻവയോൺമെന്റിലേക്ക് പോകുന്ന ഒരാളാണ്. കുറെ ഗാർഡനിങ് ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോ അതാണ്, നമുക്കിപ്പോ പോക്കറ്റ് മണി കളക്ട് ചെയ്യാം. പിന്നെ അതിൽ തന്നെ ഇപ്പോ പറയാൻ വിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഒരു കോമ്പറ്റീഷൻ ആണ് ആക്ച്വലി. ഇത് ഏറ്റവും ബെസ്റ്റ് ഓർഗാനിക് ഫാമർ ആരാണെന്ന് നോക്കാനുള്ള ഒരു കോമ്പറ്റീഷനും കൂടിയാണ്. ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് ആരാണ് വരുന്നത് അവർക്കൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കുറെ കാലമായിട്ട് ചെയ്തു വരുന്ന ഒരു പ്രോഗ്രാം ആണ്. ഈ അക്കാദമിക് ഇയറിൽ അത് കുറച്ചും കൂടി കാര്യങ്ങൾ ഇപ്പോ ഗായത്രി പറഞ്ഞ പോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന ഏതൊരു ഫ്രൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ പച്ചക്കറി ആണെങ്കിലും ഒക്കെ നമുക്ക് കൊണ്ടുവന്ന് അത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതോടെ സ്റ്റാഫ്സ് ആൻഡ് നോൺ സ്റ്റാഫ്സ് ഒക്കെ വന്നിട്ട് അത് നമുക്ക് വാങ്ങാനായിട്ടും പറ്റും. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നേരത്തെ മാം പറഞ്ഞ പോലെ അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. മാം, ഫീബ മാം ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. മാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് നന്ദി. മറ്റ് കോളേജുകൾക്ക് ഒരു മാതൃകയാകട്ടെ വിമല കോളേജ്. താങ്ക് യു സോ മച്ച് 3 പേർക്കും.
ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞങ്ങൾ വലിയ സന്തോഷം. താങ്ക് യു. താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.